ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ബിയറിഷ് എഫ്ഇജി എന്ന് വെച്ചാൽ എന്താ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ ബുള്ളിഷ് എഫ്ഇജി എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എഫ്ഇജിനെ കുറിച്ചിട്ടുള്ളത് കവർ ചെയ്ത് കഴിഞ്ഞു. എഫ്ഇജി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പുള്ള എഫ്ഇജി ഉണ്ട്. ബുള്ളിഷ് എഫ്ഇജി ഉണ്ട്, ബിയറിഷ് എഫ്ഇജി ഉണ്ട്. എഫ്ഇജി എന്താ, ഫെയർ വാല്യൂ ക്യാപ്, അതിനെക്കുറിച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോണത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് രണ്ട് തരത്തിലുണ്ട്. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും. അത് ഷോർട്ടായിട്ട് നമ്മൾ MSS എന്ന് പറയും. ബുള്ളിഷ് MSSഉം ബിയറിഷ് MSSഉം. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത് ബിയറിഷ് MSS ആണ് നോക്കാൻ പോകുന്നത്. ബിയറിഷ് MSS എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇതിന് ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്കായി എന്ന് പറയില്ലേ, ട്രെൻഡ് ലൈൻ ബ്രേക്കായി എന്നിട്ട് അതിൽ റീടെസ്റ്റ് എന്ന് പറയില്ലേ, അതേപോലെയല്ല. അപ്പോൾ അതേപോലെ അതിൻ്റെ ഏകദേശം സെയിമായ പോലെ സംഭവമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് ഉണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് അതിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുക. അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയ്യേഴ്സ് മാർക്കറ്റിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതിനാണ് അപ് ട്രെൻഡ് എന്ന് പറയാം. ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യേഴ്സിന് വെച്ച് കൂടുതൽ സെല്ലേഴ്സ് വരുന്ന സമയം. അതിനെ എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? അത് നമുക്കിപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ കിട്ടില്ലല്ലോ. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് MSS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. MSS എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു സ്വിങ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹയർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ് ഹൈ ഉണ്ടോ, ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരികയാണ്. ഡൗൺ സൈഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എവിടം വരെ ഡൗൺ സൈഡിലേക്ക് വരിക? ഈ ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടൊരു ഡൗൺ സൈഡിലേക്ക് വരും മാർക്കറ്റ്. എന്നിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യേഴ്സിനെയും വെച്ച് കൂടുതൽ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടായിരുന്ന ബയ്യേഴ്സിനെയും വെച്ച് കൂടുതൽ സെല്ലേഴ്സാണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. നിങ്ങൾ ജസ്റ്റ് കാഷ്വലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, അതിൽ കൂടുതൽ സെല്ലേഴ്സ് വന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? സെല്ലേഴ്സ് മാർക്കറ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കണ പോലെയല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു, ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി മാർക്കറ്റ് ഈ ഒരു സ്വിങ് ലോൻ്റെ അടിയിലേക്ക് വന്നു. എന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് റിട്രേസ് വന്നു. ചെറുതായിട്ടല്ല, റിട്രേസ് വന്നു. ഇത് എവിടം വരെ തരും നമുക്ക്? ഇവിടെ ഒരു FEG അങ്ങനത്തെ സംഭവം ഉണ്ടാവും. ഈ FEGക്ക് മാർക്കറ്റ് റിട്രേസ് ആയി മേലേക്ക് പോയി, എന്നിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനായ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ബിയറിഷ് MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് റിയൽ ഗ്രാഫിൽ എങ്ങനെ നോക്കാം. ഈ സംഭവത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കൊണ്ട് നമ്മൾ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടാവണം. ലിക്വിഡിറ്റിയൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടുത്തെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി, ഇവിടെ ചെറുതായിട്ടല്ല, ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് ഈ ഒരു FEGൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഗ്രാഫിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതുണ്ടോ? ഇത് കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞൊരു കിളിവിട്ട അവസ്ഥ പോലെ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ എങ്ങനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? നമ്മളിപ്പോൾ മുമ്പ് ഒരു ഡയഗ്രാം കാണിച്ചില്ലേ, ആ ഡയഗ്രാം ഈ ഗ്രാഫിക്ക് എങ്ങനെ നമ്മൾ കൊണ്ടുവരാം, ആ സാധനമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. ഇതിപ്പോൾ ഞാൻ വരച്ചത് വെച്ച് ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമാണ് ഇതൊരു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് വരച്ചത് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഇതിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ?
ഇത് 2 ഗ്രാഫും ഒരേതാണ്. ഞാൻ ഇപ്പോൾ മുമ്പ് കാണിച്ച ഗ്രാഫും ഈ കാണിച്ച ഗ്രാഫും ഒരേതാണ്. പക്ഷേ ഇങ്ങനെ സാധനങ്ങൾ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമുക്ക് മറ്റേ ഞാൻ മുമ്പ് ഒരു ഡയഗ്രത്തിൽ കാണിച്ചു തന്നില്ലേ, ആ ഡയഗ്രത്തിലുള്ള സാധനം ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തില്ലേ, സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പിക്ക് പോയില്ലേ. ഇത് ഒരു സ്വിങ് ഹൈ ആണ്, ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്പിക്ക് പോയി. അപ്പിക്ക് പോയിട്ട് മാർക്കറ്റ് ഡൗണിക്ക് വന്നിരിക്കുക. എങ്ങനെ ഡൗണിക്ക് വന്നിരിക്കണേ, ഈ ഒരു സ്വിങ് ലോ കണ്ടോ, ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ചെറുതായിട്ട് അടിക്കല്ല, ഒരു മാർക്കറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയാണ് അടിക്ക് വന്നിരിക്കുന്നത്. അടിക്ക് വന്നതിന് അടുത്ത സ്റ്റെപ്പ് അതാ ഈ ഒരു FVG കണ്ടോ. ഈ ഒരു FVGൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് പോയിരിക്കുക, മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുക. പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും, ഈ ഒരു FVG ഉണ്ടോ, ഈ ഒരു FVGൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളിൽ FVGൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ക്യാൻഡിൽ ബോഡീസ് നോക്ക്, ഏത് ബോഡീസും ഈ FVGൻ്റെ അപ്പിക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. വിക്ക് ചെറുതായിട്ട് മേലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ബോഡി മേലേക്ക് വന്നിട്ടില്ല. അതിനർത്ഥം എന്താ, FVG നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു FVGനെ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കൺഫർമേഷൻ ആയില്ലേ. ഇവിടെ നമുക്ക് ഷോർട്ട് പ്ലേസ് ചെയ്ത് അതിനാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ നിന്ന് കൊടുക്കുക, പിന്നെ അടിയിൽ ലോങ് ടാർഗറ്റ് അടിക്കുക, അങ്ങനത്തെ ടാർഗറ്റുകളെല്ലാം നമുക്ക് അടിക്കാൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് എന്ന് വെച്ചപ്പോൾ എന്താ ഇതിൽ മനസ്സിലായില്ലേ, ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് മേലേക്ക് പോയി, പിന്നെ ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് അതിൻ്റെ സ്ട്രെച്ചർ ഷിഫ്റ്റായി. അപ് ട്രെൻഡിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്, നിങ്ങൾ നോക്കുക, അപ് ട്രെൻഡിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അങ്ങനെ അപ് ട്രെൻഡിക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അടിക്ക് വന്നിട്ട് വീണ്ടും ഈ FVGൻ്റെ ഉള്ളിലേക്ക് റിട്രേസായി മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷനേക്ക് കണ്ടിന്യൂ ചെയ്തു. ഇതിനെയാണ് നമ്മൾ ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ബിയറിഷ് MSS എന്ന് പറയാം. ഇതിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ പറയും. SMCയിലാണ് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ പറയും. ഇപ്പോൾ MSS എന്നാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോണത്. വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്രേ ഉള്ളൂ. ഈ സാധനങ്ങൾ നിങ്ങളെ മൈൻഡിക്ക്, നിങ്ങളുടെ ഐക്ക്, കണ്ണിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റണം. എങ്ങനെ കാണാൻ പറ്റും, ഇത് വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സാധാരണ ട്രേഡിംഗ് വ്യൂവിലെ ഇത് ഓപ്പൺ ചെയ്യണം, ഗ്രാഫ് ഓപ്പൺ ചെയ്യണം. ഗ്രാഫ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഏതിലെ ട്രേഡ് ചെയ്യുന്നത് അതിലെ ഗ്രാഫ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിലെ ഗ്രാഫ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ സാധനം കണ്ടത് നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. പ്രാക്ടീസ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MSS എന്താണെന്ന് മനസ്സിലായില്ലേ, ഈ MSS നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ നോക്കണം. നിങ്ങളിപ്പോൾ ഏത് ടൈം ഫ്രെയിം എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ടൈം ഫ്രെയിമിൽ ഈ സാധനം കാണുന്നുണ്ടോ നോക്കണം. അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിക്കോ, നിങ്ങൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങണം. ഈ ഒരു സംഭവമാണ് കൊണ്ടുവരുന്നത് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്ക് കാണണം. നിങ്ങൾക്ക് അറിയാത്ത സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ട്രേഡിങ്ങിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സാധനം മാത്രമേ നിങ്ങളുടെ കണ്ണിക്ക് വിസിബിളായിട്ട് കാണുള്ളൂ. അറിയാത്ത സാധനം എപ്പോഴും ഇൻവിസിബിളായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എല്ലാ കാര്യവും അറിയാൻ നോക്കണം. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ കൂടുതൽ കാര്യം വിസിബിളായിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യവും വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലോസുകൾ ഉണ്ടാക്കണ കുറവായിരിക്കും. എല്ലാം എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് പറയില്ല, പക്ഷേ ലോസുകൾ ഉണ്ടാവണ കുറവായിരിക്കും. ലോസ് മാനേജ് ചെയ്യാൻ പറ്റും, വിന്നെ നിങ്ങൾക്ക് ബിഗ് ആക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബുള്ളിഷ് MSS എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, ബൈ.